താങ്കൾ എപ്പോഴെങ്കിലും ഇങ്ങനെ ചിന്തിച്ചിട്ടുണ്ടോ? ഞാൻ എൻ്റെ ജീവിതത്തിൽ ഒരു തെറ്റും ചെയ്തിട്ടില്ല. പിന്നെ എന്തിനാണ് എനിക്ക് ഇത്രയധികം പരീക്ഷണങ്ങൾ ദൈവം തരുന്നത്? ഇങ്ങനെ ഒരു ചോദ്യം താങ്കൾ ചോദിച്ചിട്ടുണ്ടെങ്കിൽ സാധാരണഗതിയിൽ ടാരോ റീഡിങ്ങിൽ ഒരു 90% നാം കേൾക്കുന്ന ഒരു ചോദ്യമാണത്. കഴിഞ്ഞ ദിവസം ഞാൻ ടാരോ റീഡിംഗ് നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഇങ്ങനത്തെ ഒരു കാർഡ് കയറി വന്നു. ഈ ഒരു കാർഡ് എന്ന് പറയുന്ന ഒരു വ്യക്തിനെ ഏറ്റവും വേണ്ടപ്പെട്ടവർ തന്നെ ചതിച്ചുകൊണ്ട് പോകുന്നതാണ്. അത് കണ്ടറിയാൻ പറ്റും. ഒരു കൂടാരത്തിൻ്റെ ഉള്ളിൽ നിന്ന് 5 വാളുകൾ എടുത്തുകൊണ്ട് പോവുകയാണ്. പണ്ട് കാലത്ത് നിങ്ങൾക്കറിയാം, പൊരുതാൻ ഉപയോഗിക്കുന്ന ആയുധമാണ് വാൾ എന്ന് പറയുന്നത്. അത് എടുത്തുകൊണ്ട് പോയി കഴിഞ്ഞാൽ പട്ടാളക്കാർക്ക് പിറ്റേ ദിവസം യുദ്ധം ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, താങ്കളുടെ ജീവിതത്തിൽ ആരോ ചതിച്ചിട്ടുണ്ടല്ലോ, ആരാണത് എന്ന് ചോദിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, സാറേ, എൻ്റെ 60 ലക്ഷം രൂപ ഞാനൊരു വ്യക്തി കടം കൊടുത്തിട്ട് അയാളെ ഇപ്പം കാണാൻ തന്നെ ഇല്ല. ഞാൻ ആകെ ആങ്സൈറ്റിയിലാണ്. അദ്ദേഹം ഒരു ഗ്രൂപ്പ് കോളിലായിരുന്നു. ഞാൻ തുറന്നു പറയുന്നത് ഇവിടെ ആർക്കും ആ അബദ്ധം പറ്റരുത് എന്ന് പറഞ്ഞിട്ടാണ്. അപ്പോൾ ഞാൻ പറയുന്നത്, ആ വ്യക്തി വളരെ നല്ല വ്യക്തിയാണ്, സത്യസന്ധനായ വ്യക്തിയാണ്. പക്ഷേ അദ്ദേഹം പറഞ്ഞു, ഞാൻ എൻ്റെ സഹോദരനെ പോലെ കണ്ട വ്യക്തിയാണ് എന്നെ ചതിച്ചതെന്ന്. സമാനമായ രീതിയിൽ താങ്കൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഉത്തരം കണ്ടെത്താനാണ് ഞാൻ ശ്രമിക്കുന്നത്. അതായത് എന്തുകൊണ്ടാണ് നല്ല ആളുകൾ ഒരുപാട് സഫർ ചെയ്യുന്നത്? ആദ്യമായിട്ടാണ് താങ്കൾ എന്നെ കാണുന്നതെങ്കിൽ ഞാൻ താങ്കൾക്ക് നന്ദി പറയുന്നു. താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. എൻ്റെ പേര് പ്രദീപ് ഹരിഹരൻ. ഞാൻ ഒരു ഇംഗ്ലീഷ് അധ്യാപകനായിരുന്നു. ഇപ്പോൾ ഒരു നിയോഗത്തിൻ്റെ ഭാഗമായിട്ട് ഒരു ലക്ഷം ആളുകൾക്ക് വ്യക്തതയോടുകൂടി ജീവിതം നയിക്കുക എന്ന ലക്ഷ്യത്തിൻ്റെ ഭാഗമായി ടാരോ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. താങ്കൾക്ക് എപ്പോഴെങ്കിലും ടാരോ പഠിക്കണം എന്ന് ആഗ്രഹമുണ്ടെങ്കിൽ താഴെയുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് എൻ്റെ സൗജന്യ വെബിനാറിൽ പങ്കെടുക്കാം. എന്തിനാണ് ടാരോ പഠിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, ജീവിതത്തിലെ ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്താൻ, ഉപബോധ മനസ്സിൽ നിന്ന് കണ്ടെത്താൻ സഹായിക്കുന്ന ഒരു ഉപകരണമാണ് ടാരോ. എന്നെ സ്ഥിരമായിട്ട് കാണുന്ന വ്യക്തിയാണെങ്കിൽ താങ്ക് യു വെരി മച്ച്. അപ്പോൾ നമുക്ക് ടോപ്പിക്കിലേക്ക് കിടക്കാം. ടോപ്പിക് എന്ന് പറയുന്നത് ഇതാണ്. അതായത് നല്ല ആളുകൾ എന്തുകൊണ്ടാണ് കൂടുതൽ സഫർ ചെയ്യുന്നത്? ഇതിന് സാധാരണഗതിയിൽ നമ്മൾ നാട്ടിൽ പറഞ്ഞു കേൾക്കുന്ന 2 കാര്യങ്ങളാണ്. അതിലൊന്നെന്ന് പറയുന്നത്, അത് നമ്മൾ പറയും ഇത് കർമ്മഫലമാണെന്ന് പറയും. കർമ്മഫലം എന്ന് പറയുമ്പോൾ ഇതൊരു പണിഷ്മെൻ്റ് ആണ് എന്ന അർത്ഥത്തിലാണ്. അതായത് നമ്മൾ മുൻജന്മത്തിലോ മുൻപോ എപ്പോഴും എന്തൊക്കെയോ പാപങ്ങൾ ചെയ്തു, അതിൻ്റെ ഒരു കർമ്മഫലമാണ് ഇപ്പോൾ അനുഭവിക്കുന്നത് എന്നാണ് ഒന്നത്. രണ്ടാമത് നമ്മൾ പറഞ്ഞു കേൾക്കുന്നത്, ഈശ്വരൻ കൂടുതലായിട്ട് സ്നേഹിക്കുന്ന ആളുകളെ പരീക്ഷിക്കുമെന്നുള്ളതാണ്. ഇന്നസെൻറ്റിൻ്റെ ക്യാൻസർ വാർഡിലെ ചിരി എന്ന് പറയുന്നൊരു പുസ്തകമുണ്ട്. അതിൽ അദ്ദേഹം പറയുന്നൊരു കാര്യമുണ്ട്. ഈ ക്യാൻസർ ഡിറ്റക്ട് ചെയ്തിട്ട് കാറിൽ ഇങ്ങനെ വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാര്യയോ അവരോ പറയുന്നൊരു ഡയലോഗാണ്. അപ്പോൾ അവർ ഒരു പള്ളി ക്രോസ് ചെയ്യാണ്, കുരിശ് നോക്കി ഇവർ കുരിശ് വരയ്ക്കുന്നുണ്ട്. ഈശ്വരൻ സ്നേഹിക്കുന്ന ആളുകളെ പരീക്ഷിക്കുള്ളൂ എന്ന്. അപ്പോൾ അദ്ദേഹം പറയുന്നുണ്ട് ഈശ്വരനോട്, എന്നെ കുറച്ച് കുറച്ച് സ്നേഹിച്ചാൽ മതി, കാര്യം വെച്ചാൽ ഇങ്ങനെ എന്നെ സ്നേഹിക്കല്ലേ എന്ന് പറയുന്നുണ്ട്. അത് അദ്ദേഹത്തിൻ്റെ ഒരു ഹ്യൂമർ ഇതുകൊണ്ട് പറയുന്നതാണ്. ഇത് രണ്ടുമാണ് ഫിലോസോഫിക്കലി പറയാറുള്ളത്. പക്ഷേ നമ്മൾ സൈക്കോളജിക്കലി എങ്ങനെയാണ് ഉത്തരം കണ്ടെത്താം എന്നാണ് ഞാൻ ശ്രമിക്കുന്നത്. ഇതിൽ നമ്മൾ സൈക്കോളജിയുടെ ഭാഗത്ത് നോക്കുകയാണെങ്കിൽ പ്രധാനമായിട്ട് നമ്മൾ പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഉദാഹരണത്തിന് നിങ്ങൾ ഒരു റോട്ടിലൂടെ നടക്കുകയാണെന്ന് കരുതുക. നിങ്ങളുടെ കൂടെ ഒരാൾ നടക്കുന്നുണ്ട്, നിങ്ങൾ കാലിൽ ചെരുപ്പിട്ടിട്ടില്ല, കൂടെയുള്ള ആൾ ചെരുപ്പിട്ടിട്ടുണ്ട്. റോഡ് പരുക്കനായിട്ടുള്ള റോഡാണ്. നടക്കുമ്പോൾ എന്ത് പറ്റും? കാലിൽ കല്ല് കൊള്ളും, മുള്ളു കൊള്ളും. അപ്പോൾ നമുക്ക് വേദനിക്കും. അപ്പോൾ നമ്മൾ ഊളിയിടും. ഇതാണ് ആദ്യത്തെ ഒരു ഇതെന്ന് പറയുന്നത്. അതായത് പൊതുവെ സൈക്കോളജി പ്രകാരം 2 തരം ആളുകളാണുള്ളത്. ഒന്ന് സെൻസിറ്റീവ് ആയിട്ടുള്ള ആളുകളും മറ്റേത് തീരെ ഇൻസെൻസിറ്റീവ് ആയിട്ടുള്ള ആളുകളും. അതായത് ഇൻസെൻസിറ്റീവ് ആയിട്ടുള്ള ആളുകൾ എന്ന് പറയുന്നത് അവർക്ക് ജീവിതത്തിൽ എന്ത് സംഭവിച്ചാലും പ്രശ്നമില്ല, അവരാരെയും കെയർ ചെയ്യില്ല, അങ്ങനെ ജീവിക്കുന്ന ആളുകളാണ്. ദേ ഡോണ്ട് കെയർ. ഉദാഹരണത്തിന് അവർ പോകുമ്പോൾ വഴിയിലൊരാൾ ചോര വാർന്ന് കിടക്കുകയാണെങ്കിലും അവർ മൈൻഡ് ചെയ്യാതെ പോകും. അതേസമയം നിങ്ങളാണെങ്കിൽ ചിലപ്പോൾ ആ വ്യക്തിക്ക് വെള്ളം കൊടുക്കും, ആംബുലൻസ് വിളിച്ച് ആശുപത്രിയിൽ എത്തിക്കാൻ നോക്കും. അപ്പോൾ 2 തരം വ്യക്തികളുണ്ട് എന്നാണ് സൈക്കോളജി പറയുന്നത്. ഒന്ന് സെൻസിറ്റീവ് ആയിട്ടുള്ള ആളുകളും, രണ്ട് ഇൻസെൻസിറ്റീവ് ആയിട്ടുള്ള ആളുകളും. ഈ സെൻസിറ്റീവ് ആയിട്ടുള്ള ആളുകൾക്കാണ് എപ്പോഴും പല കാര്യങ്ങളെയും കുറിച്ച് ഓർത്ത് വിഷമം വരുന്നത്. അതുകൊണ്ടാണ് പലപ്പോഴും അവർ കൂടുതൽ സഫർ ചെയ്യുന്നത്. ഉദാഹരണത്തിന് ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ, നമുക്ക് അങ്ങനെയുള്ള ആളുകൾക്ക് ചെറുതായിട്ടൊരു ഇത് വരുമ്പോൾ പോലും അത് വലുതായിട്ട് അവർക്ക് ഫീൽ ചെയ്യും. ഉദാഹരണത്തിന് ഞാൻ തന്നെ ഓർക്കുന്നു, എന്നോടൊരു വ്യക്തി ഇങ്ങനെ പറഞ്ഞു, അദ്ദേഹത്തിൻ്റെ ആക്സിഡൻറ്റ് പറ്റി പറഞ്ഞു. അദ്ദേഹത്തിന് എണീക്കാൻ പറ്റുന്നില്ല, ആക്സിഡൻറ്റ് പറ്റിയിട്ട്. അപ്പോൾ ആ വ്യക്തി അദ്ദേഹത്തിൻ്റെ അനുഭവം പറഞ്ഞപ്പോൾ എനിക്ക് അനുഭവിച്ച പോലെ തോന്നി. ഐ ഫെൽ റിയലി സോറി ഫോർ ഹിം. അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ സെൻസിറ്റീവ് ആയിട്ടുള്ളതുകൊണ്ടാണ്. അപ്പോൾ താങ്കൾക്ക് അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ താങ്കൾ ഒരു സെൻസിറ്റീവ് ആയിട്ടുള്ള ആളായതുകൊണ്ടാണ്. അതൊരു നല്ല ഗുണമാണ്, ടു ബി ഓണസ്റ്റ്. സത്യസന്ധമായിട്ട് പറഞ്ഞുകൊള്ളട്ടെ, അതൊരു നല്ല ഗുണമാണ്. അപ്പോൾ ഇതാണ് സൈക്കോളജി പറയുന്നത് ആദ്യത്തെ ഒരു ഇഷ്യൂ എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തെ ഒരു ഇഷ്യൂ എന്ന് പറയുന്നത്, നമ്മൾ ഒരു കഥ കേട്ടിട്ടുണ്ട്. ഒരു ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ, അതായത് ഒരു ദിവസം ഒരു വീട്ടിലേക്ക് 2 കുട്ടികൾ വരികയാണ്. അങ്ങനെ വരുമ്പോൾ അവരൊരു തോട്ടം കാണുന്നു. ആ തോട്ടം കാണുമ്പോൾ എന്ത് പറ്റുന്നു? അതിൽ കുറേ വെണ്ടയ്ക്ക കാണുന്നു. 2 കുട്ടികളും അത് പറിച്ചുകൊണ്ട് വരുന്നു. ആദ്യത്തെ കുട്ടിയുടെ അമ്മ നന്നായിട്ട് വെളിച്ചെണ്ണയൊക്കെ ഇട്ട് നല്ല ടേസ്റ്റ് ആയിട്ട് വയ്ക്കുന്നു. രണ്ടാമത്തെ കുട്ടിയുടെ അമ്മയോ അത് എന്തൊക്കെയോ ഇട്ട് കയപ്പിക്കുന്നു. ഭക്ഷണം കൊടുക്കുന്നു. ആദ്യ കുട്ടി അമ്മ പറയും, നന്നായിട്ട് കുട്ടിയെ പറഞ്ഞ് പ്രോത്സാഹിപ്പിക്കുന്നു. അവൻ ഏറ്റവും വലിയ കള്ളനായിത്തീരുന്നു. രണ്ടാമത്തെ കുട്ടിയുടെ അമ്മ എന്തുവാ കയ്പിട്ടായി. അപ്പോൾ കുട്ടി എന്താ കഴിക്കുന്നത് ചോദിച്ചാൽ, കട്ട മുതലേ കഴിക്കുന്നു പറയുന്നു. അതോടുകൂടി അവൻ നല്ലവനായിത്തീരുന്നു.
അവസാനം നമുക്കറിയാം കഥയിൽ ഈ കയ്പിച്ച കുട്ടി ജഡ്ജും മറ്റേ ക്രിമിനലും ആവുകയാണ് ചെയ്യുന്നത്. സമാനമായ രീതിയിൽ നമ്മൾ ഈ പരീക്ഷാ ഹാളിലൊക്കെ നിൽക്കുമ്പോൾ ചിലർ കൂപ്പിടിക്കുന്നതാണ്, അതേസമയം അപ്പുറത്ത് സത്യസന്ധമായിട്ട് എഴുതുന്നത്. അതിനുശേഷം റിസൾട്ട് വരുമ്പോൾ ഈ കൂപ്പിയടിച്ച കുട്ടി ഭയങ്കര മാർക്കൊക്കെ നേടിയ ഇതായിട്ട് നിൽക്കാം. കാലങ്ങൾക്ക് ശേഷം നമ്മൾ കാണുമ്പോൾ ഈ കോപ്പി അടിച്ച് എഴുതിയ കുട്ടി ഒരു സ്കില്ലും ഇല്ലാതെ അവിടെ നിൽക്കുകയും കഷ്ടപ്പെട്ട് അധ്വാനിച്ച് എഴുതിയ കുട്ടി പലപ്പോഴും ജോലിയിൽ എത്തുന്നത് കണ്ടിട്ടുണ്ട്. അപ്പോൾ നമ്മളിത് എപ്പോഴും ഓർക്കേണ്ടത് എന്താ വെച്ച് കഴിഞ്ഞാൽ, പലപ്പോഴും നമ്മൾ ഈ സഫറിങ് എന്ന് പറയുന്നത് അന്നത്തെ ഒരു കാഴ്ചപ്പാടിൽ കാണാതെ കുറച്ചൊരു ഭാവിയിലേക്കുള്ള ഒരു പഠനമാണ് എന്ന രീതിയിൽ കാണുമ്പോൾ തീർച്ചയായിട്ടും നമുക്കതൊരു അർത്ഥം ഉണ്ടാവും. എന്ന രീതിയിൽ കാണുമ്പോൾ അതിന് നമുക്കൊരു മൂല്യം കിട്ടുന്നതാണ് പറയുന്നത്. അതായത് ഇതൊരു സഫറിങ് അല്ല, ഇതൊരു ലെസൺ ആണ്, ഞാനൊരു പാഠമാണ് പഠിക്കുന്നത് എന്ന രീതിയിൽ കാണാൻ കഴിഞ്ഞാൽ അത് ഗുണം ചെയ്യുന്നതാണ് പറയുന്നത്. ഉദാഹരണത്തിന് APJ അബ്ദുൽ കലാം അദ്ദേഹത്തിൻ്റെ ഓട്ടോബയോഗ്രഫിയിൽ പറയുന്നുണ്ട്, വിങ്സ് ഓഫ് ഫയറിൽ ദർ ആർ നോ ഒബ്സ്റ്റക്കിൾസ് ഇൻ ലൈഫ് ഓൺലി ചലഞ്ചസ് എന്ന്. അതായത് ഈ ജീവിതത്തിൽ തടസ്സങ്ങളില്ല, വെല്ലുവിളികൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ പലപ്പോഴും നമ്മൾ ഈ സഫറിങ് എന്ന് പറയുന്നത് ഒരു വെല്ലുവിളി ആയിട്ട് ഏറ്റെടുത്തു കഴിഞ്ഞാൽ, അതായത് വേറൊരു ഭാഷയിൽ പറഞ്ഞാൽ നമുക്കത് സഹിക്കാൻ കഴിവുള്ളതുകൊണ്ടാണ് ആ പെയിൻ നമുക്ക് തരുന്നത് എന്നാണ് പറയുന്നത്. ഇനി നമുക്ക് അടുത്തൊരു ഇതിലേക്ക് ഒരു കോണ്ടെക്സ്റ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ, പലപ്പോഴും ഈ സഫർ ചെയ്യുന്ന ആളുകൾ, നമ്മൾ നല്ല ആളുകൾ എന്ന് പറയുന്നത് ഭയങ്കര ഓണസ്റ്റ് ആയിരിക്കും, അതായത് ഭയങ്കര സത്യസന്ധരായിരിക്കും. ഈ സത്യസന്ധത കൂടുമ്പോഴാണ് നമുക്ക് ഭയങ്കര സഫറിങ് വരുന്നത്, അല്ലെങ്കിൽ നമുക്ക് തോന്നുന്നത് എന്തുകൊണ്ടാണ് എനിക്ക് മാത്രം ഇങ്ങനെ വരുന്നത് എന്നുള്ളത്. ചാണക്യൻ അദ്ദേഹത്തിൻ്റെ അർത്ഥശാസ്ത്രത്തിൽ പറയുന്ന ഒരു കാര്യമുണ്ട്. അതായത് ഓണസ്റ്റ് മാൻ എന്ന് പറയുന്നത് ഒരു നേരെ പോകുന്നൊരു മരം പോലെയാണെന്നുള്ളത്. അതായത് വളവുകളൊന്നുമില്ലാത്ത നേരെ പോകുന്നൊരു മരമാണ്. എന്നിട്ട് അദ്ദേഹം പറയുന്നുണ്ട്, സ്ട്രെയിറ്റ് ആൻഡ് ടോൾ ട്രീസ് ആർ കട്ട് ഫസ്റ്റ് എന്ന് പറയുന്നുണ്ട്. അതായത് നമ്മളൊരു വനത്തിൽ പോയിട്ട് നമ്മൾ വീട്ടിലേക്ക് ഒരു കട്ട്ല ഉണ്ടാക്കാൻ നോക്കുന്നു, വളഞ്ഞു നിൽക്കുന്ന മരങ്ങൾ നമ്മൾ എടുക്കില്ല, അത് ബുദ്ധിമുട്ടാണ്, എപ്പോഴും ടോളായിട്ട്. അപ്പോൾ അദ്ദേഹം തന്നെ പറയുന്നുണ്ട്, സത്യസന്ധത വേണം, പക്ഷേ അത് സ്വർണം ആഭരണത്തോടുകൂടി, അത് ബേക്കണാണ് കമ്പയർ ചെയ്യുന്നത്. നിങ്ങൾക്കറിയാലോ, സ്വർണം 24 ക്യാരറ്റിൽ നമുക്ക് എന്ത് പറ്റും, അത് പൊട്ടിപ്പോവും. അതുകൊണ്ടാണ് അത് 22 ക്യാരറ്റ് ആക്കുന്നത്. കാരണം ചെറിയൊരു എലമെന്റ് ഓഫ് എന്താ പറയുക, ചെമ്പ് വന്നാൽ മാത്രമേ ഗോൾഡ് ഓർണമെന്റ് വലിച്ചു നീട്ടാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ നമ്മൾ എപ്പോഴും ഈ സത്യസന്ധത 100% കൊണ്ടു നടക്കുമ്പോഴാണ് ഭയങ്കര പെയിൻ വരുന്നത് എന്നാണ് അതിൽ പറയുന്നത്. അതിനർത്ഥം നിങ്ങൾ നാളത്തെ ഒരു നുണ പറയണമെന്നല്ല. അതായത് എപ്പോഴും ഒരു എലമെന്റ് ഓഫ് ഇത് വേണം എന്ന് തന്നെയാണ് അവർ പറയുന്നത്. ഇത് ബേക്കണം ചാണക്യനും പറയുന്ന കാര്യമാണ്, അല്ലാതെ പ്രദീപ് എന്ന് പറയുന്ന ഞാൻ പറയുന്നല്ല. ഐ എം ജസ്റ്റ് കോട്ടിങ് ദം എന്നുള്ളതാണ്. അപ്പോൾ ഈ ഞാൻ പറഞ്ഞു വരുന്നത്, അടുത്ത റീസൺ നമ്മളായിട്ട് പറഞ്ഞു വരുന്നതിന് കാര്യം വെച്ചാൽ, ഈ സത്യസന്ധത എന്ന് പറയുന്ന ഒരു കോമൺ എലമെന്റ് കൊണ്ടാണ്, അതുകൊണ്ടാണ് നമുക്ക് ആ പെയിൻ തോന്നുന്നത് എന്നുള്ളതാണ്. അത് ഉദാഹരണത്തിന് ഈ കാർഡ് നമുക്ക് കണ്ടറിയാൻ പറ്റും. ഇത് ഞാൻ പറഞ്ഞല്ലോ, ഇത് അൺഫെയർ ആയിട്ടുള്ള ബാറ്റിൽ ജയിച്ചു നിൽക്കുന്ന ഒരാളാണ്. അതായത് കഴിവില്ലാത്ത ആളുകളെ തന്നെക്കാളും ഇതായിട്ടുള്ള തോൽപ്പിച്ചിട്ട് ഞാൻ ജയിച്ചു എന്ന് നിൽക്കുന്ന ഒരാളാണ്. ഇത് ഞാൻ ആ കോപ്പി അടിച്ച എക്സാമ്പിളിൽ പറഞ്ഞത്. ഇത് കോപ്പി അടിച്ച് ചെയ്യുന്ന വ്യക്തി ഒരുപക്ഷെ അപ്പം ജയിച്ചെന്ന് തോന്നും, പക്ഷേ ജീവിതത്തിൻ്റെ ലോങ് ഗെയിമിൽ ആ വ്യക്തിക്ക് സ്കില്ലുണ്ടാവില്ല, ആ വ്യക്തി പരാജയപ്പെടും. മറ്റേ വ്യക്തികൾക്ക് എന്ത് തോന്നും, ഞാൻ തോറ്റുപോയല്ലോ എന്ന് തോന്നും. പക്ഷേ ആ തോൽവി എന്ന് പറയുന്നത് ഒരു എന്താ പറയുക, യാദൃശ്ചികമായിട്ടുള്ള ഒരു സംഭവം മാത്രമാണെന്നുള്ളതാണ്. ഇനി അടുത്തൊരു കോണ്ടെക്സ്റ്റ്, എന്തുകൊണ്ടാണ് നമ്മൾ ഈ നല്ല ആളുകൾ വേദനിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, പലപ്പോഴും നമ്മൾ കാണുന്നത്, അങ്ങനെ ചിന്തിക്കുന്ന വ്യക്തികൾ ഭയങ്കര ഉത്തരവാദിത്തമുള്ള ആളുകളായിരിക്കും. അതായത് ദേ ക്യാരി എ ലോട്ട് ഓഫ് റെസ്പോൺസിബിലിറ്റി. ഈ ഒരുപാട് റെസ്പോൺസിബിലിറ്റി നമ്മുടെ ഷോൾഡറിൽ വരുമ്പോൾ എന്ത് പറ്റുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതേപോലെ ആയിത്തീരുന്നുള്ളതാണ്. ഈ കാർഡ് നിങ്ങൾ കണ്ടറിയാൻ പറ്റും. അപ്രതീക്ഷിതമായിട്ട് ഒരുപാട് വാളേറ്റ് കിടക്കുന്ന ഒരു വ്യക്തിനെയാണ് കാണുന്നത്. അതായത് കടുത്തതിൽ എന്തുകൊണ്ടാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പലപ്പോഴും അങ്ങനെയുള്ള വ്യക്തികളാണ് ചാരിറ്റി കൊടുക്കുന്നത്, അങ്ങനെയുള്ള വ്യക്തികളാണ് കുടുംബത്തിലെ അച്ഛനമ്മമാരെ നോക്കുന്നത്, അങ്ങനെയുള്ള വ്യക്തികളാണ് ഒരുപാട് പേരുടെ വിഷമങ്ങൾ കേൾക്കുന്നത്, അങ്ങനെയുള്ള വ്യക്തികളാണ് ഗൈഡിങ് കൊടുക്കുന്നത്. അങ്ങനെ നമ്മളൊരു ഒരുപാട് റെസ്പോൺസിബിലിറ്റി ഏറ്റെടുത്ത് വയ്ക്കുമ്പോൾ നമുക്ക് തന്നെ തോന്നും, നല്ലതൊക്കെ ചെയ്തിട്ട് നമുക്ക് റിസൾട്ട് കിട്ടുന്നില്ലല്ലോ എന്ന് തോന്നും. അത് അതിൻ്റെ ഇതാണ്. ഇനി അവസാനമായിട്ട് എനിക്ക് പറയാനുള്ളത് എന്താ വെച്ച് കഴിഞ്ഞാൽ, പലപ്പോഴും നല്ലൊരു പേഴ്സൺ, ഗുഡ് പേഴ്സൺ എന്ന ഒരു കോമൻറ്റ് കേൾക്കാൻ നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നുണ്ട്. ശരിക്കും ഈ ഗുഡ് പേഴ്സൺ എന്ന് പറയുന്ന ഒരു ട്രാപ്പാണ്. അതായത് സൈക്കോളജി പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ കുട്ടികളെ എങ്ങനെയാണ് ഇതാക്കുന്നത്, അതായത് നല്ല കുട്ടിയാണ് മോനെ, ആ നല്ല കുട്ടികൾ ഇങ്ങനെ ചെയ്യുള്ളൂ, നല്ല കുട്ടികൾ അങ്ങനെ ചെയ്യുള്ളൂ എന്ന് പറയുമ്പോൾ നമ്മൾ ആ കുട്ടീനെ ബ്രെയിൻ വാഷ് ചെയ്യാണ് ചെയ്യുന്നത്. സമാനമായ രീതിയിൽ സമൂഹം നമ്മൾ എന്ത് പറ്റും, ബ്രെയിൻ വാഷാണ് ചെയ്യുന്നത്. അതായത് നല്ല ആളുകൾ ഇങ്ങനെയാണ്, നല്ല ആളുകൾ ഇങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ ഇതിൽ ഞാൻ പറയാൻ താങ്കളോട് ആഗ്രഹിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഒരിക്കലും നമ്മളിതൊരു പണിഷ്മെൻ്റ് ആയിട്ട് കാണേണ്ട കാര്യമില്ല എന്നുള്ളതാണ്. ഓക്കെ, പലപ്പോഴും പല കാര്യങ്ങളും എന്ന് പറയുന്നതിന് ഒരു ലോങ് ടേമിലൊരു പ്ലാൻ ഉണ്ടാവും. ആ പ്ലാൻ നമുക്ക് അന്നേ അറിയാൻ പറ്റുള്ളൂ. അത് സ്റ്റീവ് ജോബ്സിൻ്റെ ഒരു ഇതുണ്ട്, കണക്റ്റിംഗ് ദ ഡോട്ട്സ് എന്ന് പറഞ്ഞിട്ട് ഗ്രാജുവേഷൻ ടോക്ക് ഉണ്ട്. അതിൽ അദ്ദേഹം പറയുന്നുണ്ട്, എപ്പോഴും തിരിഞ്ഞു നോക്കുമ്പോൾ മാത്രമേ നമുക്ക് ജീവിതത്തിൽ ഇതാക്കാൻ പറ്റുള്ളൂ. ഉദാഹരണത്തിന് ഞാൻ അക്ബറുടെ കഥയാണെന്ന് എനിക്കറിയില്ല. അതായത് രണ്ടുപേരും
കാട്ടിൽ പോകുന്നൊരു രാജാവിൻ്റെ കഥയുണ്ട്. അതിലെന്താണ് പറ്റുന്നത് വെച്ച് കഴിഞ്ഞാൽ യുദ്ധത്തിന് പോയിട്ട് രാജാവിന് പരിക്ക് പറ്റുന്നു. രാജാവിനോ മന്ത്രിക്കോ പരിക്ക് പറ്റുന്നു. പരിക്ക് പറ്റിയതിന് ശേഷം അവർ ഭയങ്കര യാ ഒരാൾക്ക് പരിക്ക് പറ്റും, മറ്റേ പരിക്ക് പറ്റില്ല. അക്ബറിൻ്റെ കഥയല്ല, വേറൊരു കഥയാണ്. അപ്പോൾ പരിക്ക് പറ്റിയ ആളിങ്ങനെ ആകെ ഭയങ്കര വിഷമിച്ചിങ്ങനെ ദുഃഖിച്ച് പരിക്കൊക്കെ ഇതാക്കി പോയി. അവർ കാട്ടിനുള്ളിൽ പോകുമ്പോൾ ഇവരെ നരഭോജികൾ പിടിക്കും. നരഭോജികളെ പിടിച്ചിട്ട് രണ്ടുപേരെയും കൊല്ലാൻ തീരുമാനിക്കും. കാരണം നരഭോജികൾ പണ്ട് കാലത്തെ കഥയാണ്. അങ്ങനെ അവർ നോക്കിയിട്ട് ആദ്യത്തെ ആളെ റെഡിയാക്കി വെക്കും. ഈ പരിക്കേറ്റ ആളെ നോക്കുമ്പോൾ ഇയാളുടെ മേത്ത് മുറിവ് കാണും. അപ്പോൾ അവരുടെ വിശ്വാസപ്രകാരം മുറിവേറ്റ ആൾക്കാരെ കൊന്ന് തിന്നാൻ പാടില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് അവരെന്ത് ചെയ്യും, ഇയാളെ ഫ്രീ ആക്കുന്നാണ് പറയുന്നത്. അപ്പോൾ ശരിക്കും ആ പെയിൻ എന്ന് പറയുന്നത് ഒരു ഉപകാരമായി എന്നുള്ളതാണ്. സമാനമായ രീതിയിൽ നമുക്ക് ഊർവശി ശാപം ഉപകാരമായി എന്നുള്ളത് നമ്മൾ മഹാഭാരതത്തിൽ കണ്ടിട്ടുണ്ട്. എങ്ങനെയാണ് അർജുനൻ വേഷം മാറി ഒരു വർഷം നിൽക്കുന്നത് എന്നുള്ളത്. അപ്പോൾ നമ്മളെപ്പോഴും ഓർക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് എന്തെങ്കിലും സെറ്റ് ബാക്സും എന്തെങ്കിലും നെഗറ്റിവിറ്റി ഇതൊക്കെ വരുന്നുണ്ടെങ്കിൽ നമ്മളതൊരു കർമ്മയായിട്ടോ അല്ലെങ്കിൽ എന്താ പറയുക, നമ്മൾ ദൈവം പരീക്ഷിക്കുന്നതായിട്ടോ അങ്ങനെ കാണുന്നതിന് പകരം ഇതെൻ്റെ ലൈഫിൻ്റെ ഒരു ഗ്രോത്ത് ഇതാണ്. അതായത് ഞാനിതിലൂടെ കടന്നു പോകുമ്പോൾ ഒരു നാൾ തിരിഞ്ഞു നോക്കുമ്പോൾ ഞാൻ മറ്റുള്ളവരെക്കാട്ടിലും നല്ലതിലെത്തിയിട്ടുണ്ടാവും. ഉദാഹരണത്തിന് ഞാൻ ഈ കോപ്പിയടിച്ച് എഴുതിയ കുട്ടിയും അല്ലാത്ത കുട്ടിയും കഥ പറഞ്ഞിട്ടുള്ളതുണ്ട്. അത് തന്നെയാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. ഇത് നിങ്ങളോട് പറയുമ്പോൾ ഇത് പറയാനുള്ള ഒരു മോറൽ അതോറിറ്റി കൂടി എനിക്കുണ്ട്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ 26-ാമത്തെ വയസ്സിൽ വലിയ രീതിയിൽ ഒരു അസുഖം കണ്ടുപിടിക്കപ്പെടുകയും ഞാൻ മരണപ്പെടുകയും ചെയ്യുമെന്നാണ് പറഞ്ഞിരുന്നത്. പക്ഷേ അതിൽ നിന്ന് കരകയറി വന്ന് കോവിഡ് സമയത്ത് വീണ്ടും ഇതേപോലത്തെ ഒരു മരിക്കുമെന്ന് പറയുന്നൊരവസ്ഥ ഉണ്ടായി. അതെല്ലാമാണ് ഇന്ന് താങ്കളുടെ മുന്നിലിരുത്തി എന്നെ ക്ലാസ് എടുപ്പിച്ചത്. ഇന്ന് ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ, ഇന്ന് ഞാൻ ടാരോയിൽ വന്നു, 1400-ലധികം വിദ്യാർത്ഥികൾ എനിക്ക് കീഴിൽ ഓൺലൈനിൽ പഠിക്കുന്നുണ്ട്. അതിനെല്ലാം കാരണമായത് ആ 2 സെറ്റ് ബാക്കുകളായിരുന്നു. അന്ന് ഞാൻ ഓർത്തു അത് പാപമാണോ, മുൻജന്മ പാപമാണോ, വിധിയാണോ എന്നുള്ളത്. പക്ഷെ ഇന്നത് മനസ്സിലാക്കുമ്പോൾ എനിക്ക് തോന്നുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ അതൊരു യാത്രയുടെ ഭാഗമായിരുന്നുള്ളതാണ്. അപ്പോൾ എനിക്ക് താങ്കളോട് പറയാനുള്ളത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇഫ് യു ഫീൽ ലൈക്ക് ദറ്റ് ഈസ് ഇങ്ങനെ നല്ല വ്യക്തികൾ എന്തുകൊണ്ടാണ് വേദന ലഭിക്കുന്നത്, അല്ലെങ്കിൽ നല്ലത് ചെയ്തിട്ടും എന്തുകൊണ്ടാണ് എൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ അതിന് ആകെ ഒരു മറുപടിയുള്ളൂ. അതിന് അതൊരു ഗ്രോത്തിൻ്റെ ഭാഗമാണ്. തീർച്ചയായിട്ടും താങ്കൾക്ക് വളരാൻ കഴിയുമെന്നുള്ളതാണ്. നാളെ തിരിഞ്ഞു നോക്കുമ്പോൾ താങ്കൾ തീർച്ചയായിട്ടും ആ ഒരു ഇതിനെ ഇതാക്കുമെന്ന് എനിക്ക് പറയാനുള്ളൂ. ഇനി ഇതാണ് എൻ്റെ ടേക്ക് എന്ന് പറയുന്നത്. ഇതൊരു എന്താ പറയുക, എല്ലാം ഞാൻ എടുത്തത് ഡിഫറെൻറ്റ് റിസോഴ്സിൽ നിന്നാണ്. അപ്പോൾ ഈ വീഡിയോ ഇത്ര നേരം കണ്ട താങ്കൾക്ക് ഞാൻ നന്ദി പറയുന്നു. താങ്കളുടെ വലിയ അഭിപ്രായങ്ങൾ താഴെ താങ്കൾക്ക് കമൻറ്റ് ചെയ്യാവുന്നതാണ്. ഐ വിൽ റീഡ് ഇറ്റ് ആൻഡ് ആൻസർ ഇഫ് പോസിബിൾ. ഇനി ഒന്നുകൂടി ഞാൻ പറയുന്നു, ടാരോ എപ്പോഴെങ്കിലും പഠിക്കണം, ജീവിതത്തിൽ വ്യക്തത നേടണമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ താഴെയുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് എൻ്റെ സൗജന്യ വെബിനാറിൽ പങ്കെടുത്ത് നോക്കൂ. അല്ലെങ്കിൽ ഐ വിൽ സീ ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. അണ്ടിൽ വി മീറ്റ്, ദിസ് ഈസ് പ്രദീപ് ഹരിഹരൻ, യുവർ ട്രെയിനർ, യുവർ കോച്ച്. താങ്ക് യു വെരി മച്ച്.